ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കക്കാറച്ചി അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകും. ഞാനിവിടെ ഒരു 1/2 കിലോ കക്കാറച്ചിയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. കക്കാറച്ചിയുടെ ഒരു വശത്ത് കറുത്ത നിറത്തിലുള്ളൊരു ഭാഗമുണ്ട്. അത് ചെറുതായി ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കളയാം. ബാക്കിയുള്ള എല്ലാ കക്കാറച്ചിയുടെയും വേസ്റ്റ് ഇതുപോലെ ഞെക്കിക്കളയണം. പിന്നെ ഞെക്കിക്കളയാൻ പ്രയാസമുള്ളവർ കുറച്ച് വെള്ളത്തിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായി തിളപ്പിച്ച് ഊറ്റിക്കളഞ്ഞാൽ മതിയാകും. മൊത്തം കക്കാറച്ചിയും ഇതുപോലെ ഞെക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും വെള്ളവും ഒഴിച്ച് കഴുകിയെടുക്കാം. ഇതൊന്ന് ഊറ്റിക്കളഞ്ഞതിന് ശേഷം 3-4 പ്രാവശ്യം കൂടെ വെള്ളം മാത്രം ഉപയോഗിച്ച് നന്നായിട്ട് കക്കാറച്ചി കഴുകിയെടുക്കണം. അപ്പോൾ കക്കാറച്ചി നല്ല ക്ലീനായി കിട്ടും. കക്കാറച്ചി നന്നായിട്ട് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പുരട്ടിയെടുക്കണം. ഇതിനു വേണ്ടി ഞാൻ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ശേഷം ഈ പൊടികളൊക്കെ ഒന്ന് കക്കാറച്ചിയിലേക്ക് പിടിക്കാനായിട്ട് ഞാൻ ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ചൂടായ ചട്ടിയിലേക്ക് കക്കാറച്ചി വറക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അച്ചാറായതുകൊണ്ട് നല്ലെണ്ണ തന്നെ വേണം വറക്കാനും ഉപയോഗിക്കാൻ. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കക്കാറച്ചി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 പാർട്ടായിട്ടാണ് വറുത്തെടുത്തത്. അതുകൊണ്ട് ഒത്തിരി എണ്ണ ഉപയോഗിക്കാതെ തന്നെ മുഴുവൻ കക്കാറച്ചി വറുത്തെടുക്കാൻ പറ്റും. കക്കാറച്ചി വറുത്തെടുക്കുമ്പോൾ ഒത്തിരി മൂത്ത് പോകാതെ ശ്രദ്ധിക്കണം. കാരണം അച്ചാറിന് ആവശ്യമായ പരുവ് എന്ന് പറയുമ്പോൾ കക്കാറച്ചി കടിക്കുമ്പോഴൊക്കെ അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് തന്നെ ഇരിക്കണം. അപ്പോളേ അച്ചാർ കൂട്ടുമ്പോൾ കക്കാറച്ചിയുടെ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ മുഴുവൻ കക്കാറച്ചിയും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറിന് ആവശ്യമായ സാധനങ്ങൾ നോക്കാം. ചൂടാക്കിയ പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നീളത്തിൽ അരിഞ്ഞു വെച്ച് ഒരു 20 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം 2 കഷ്ണം ഇഞ്ചിയും നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരട്ടെ. ശേഷം ഇതിലേക്ക് ഒരു 5 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും 2 തണ്ട് കറിവേപ്പിലയും ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 3/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കടുക് പൊടിച്ചത് എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റിയതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആപ്പിൾ സിഡർ വിനേഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. ആപ്പിൾ സിഡർ വിനേഗർ യൂസ് ചെയ്യുമ്പോൾ സാധാരണ വിനേഗറിനേക്കാളും ടേസ്റ്റുമാണ്, പിന്നെ ഹെൽത്തിയുമാണ്. പിന്നെ നിങ്ങളുടെ കയ്യിൽ സാധാരണ വിനേഗർ ആണെന്നുണ്ടെങ്കിൽ അതായാലും മതി. ഇനി ഇതിനാവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി കക്കയിറച്ചി ഫ്രൈ ചെയ്തെടുത്തപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തായിരുന്നു. അപ്പോൾ ഒത്തിരി ഉപ്പ് കൂടാത്ത വിധം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇനി ഫ്രൈ ചെയ്ത് വെച്ച കക്കയിറച്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒത്തിരി നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 3/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കക്കയിറച്ചി അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലേക്ക് മാറ്റിയാൽ കുറേ നാൾ കേടുകൂടാതെ ഉപയോഗിക്കാം. ഒരു കറിയില്ലേൽ ഈ ഒരു അച്ചാർ മാത്രം മതി ചോറുണ്ണാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാം. താങ്ക് യു.